നമസ്കാരം. എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഓണമൊക്കെ ഇടം വരെയായി. പിന്നില്ലേ, ഇന്നും ബ്ലൗസ് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസമേ, അതായത് വ്യാഴാഴ്ച ഓർത്തു, പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്, വെള്ളിയാഴ്ചയാണെന്ന് ഓർത്തോണ്ടാണ് പറയുന്നത്. നാളെ ബ്ലൗസിൻ്റെ വീഡിയോ ഉണ്ട്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി അന്ന് വ്യാഴാഴ്ചയായിരുന്നു. ഇപ്പോൾ വന്ന ദിവസം ഏതാന്ന് പോലും വെളിവില്ലെന്നായി. അതുകൊണ്ട് ശനിയാഴ്ച ദിവസമാണെന്ന ഉദ്ദേശമാണ് പറഞ്ഞ പിറ്റേന്ന് ബ്ലൗസിൻ്റെ വീഡിയോ ഉണ്ട്. ഇന്നിപ്പോൾ ശനിയാഴ്ച ബ്ലൗസിൻ്റെ വീഡിയോ. എന്താ പറയുക, നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള, നിങ്ങൾക്കൊക്കെ ഒത്തിരി, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വന്ന ഒരു ഡിമാൻഡുള്ള ഒരു മോഡൽ ബ്ലൗസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പിന്നെ ഓണം ഇങ്ങ് വന്ന് എത്തിയെന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം, നാളെ ഇപ്പോൾ സൺഡേ ആണ്, നാളെ അയക്കൽ നടക്കില്ല. പിന്നെ ഒന്നാമത് വേറൊരു കാര്യമുള്ളതെന്ന് ചോദിച്ചാൽ, ഈ ഓണം ടൈം ആയതുകൊണ്ട് കൊറിയറിനും പാഴ്സലിനും എല്ലാം നല്ല ഇച്ചിരി റഷുണ്ട്. എന്നാലും മാക്സിമം അയക്കാൻ ശ്രമിക്കാം കേട്ടോ. എന്താ പറയുക, ഇത് XXL വരെ സൈസുള്ളവർക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. XXL മേൽപോട്ടുള്ളവർ കഴിവതും വാങ്ങിക്കാതിരിക്കുക. അത്രയും മേൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ച് റീഫണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം ഞാൻ സ്ഥിരം പറയുന്നതാണ്. ഈ ബ്ലൗസ് സ്ഥിരം വാങ്ങിച്ചിട്ടുള്ളതാണ്, പഴയ വീഡിയോ എടുത്ത് നോക്കിയാണ്. ഇത് സ്ട്രെച്ചബിൾ ബ്ലൗസാണ്. ഇതിനകത്ത് ഈ പ്രാവശ്യം ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വരാത്ത 1-2 കളേഴ്സ് ആഡായിട്ടുണ്ട്. ഒന്ന് രണ്ടാന്നാണ്ട് വിശ്വാസം. ഇതിപ്പോൾ ലാവണ്ടർ ഷെയ്ഡ് കണ്ടോ. നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്ക് മനസ്സിലാകത്തില്ല. ഇതിൻ്റെ കളറ് അങ്ങനെ ആയതുകൊണ്ട് നല്ല ഒരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ് കണ്ടോ. വേഗം കാണിച്ചേക്കാം കേട്ടോ, സമയം കളയുന്നില്ല. ഡാർക്ക് മെറൂൺ. ബ്ലൗസ് കാണുമ്പോൾ നിങ്ങൾക്കെല്ലാം ഓർമ്മ വരും. കേരള സാരിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ബ്ലൗസുകളിൽ ഒന്നാണ് ഇത്. റെഡിമെയ്ഡ് ബ്ലൗസ് വന്നതിൽ. പക്ഷേ എന്നാ പറയാനാ, ഇത് ഈ കറക്റ്റ് ടൈമിൽ ആദ്യം ഞാൻ കാണിച്ചായിരുന്നു. നേരത്തെ വാങ്ങിച്ചവർ ഒത്തിരി പേരുണ്ട്. അവർ തന്നെ പലരും പല കളറ് ഗ്രൂപ്പായിട്ടിടാൻ ഇങ്ങനെ അങ്ങ് ഡെയിലി എൻക്വയറി വരുന്നുണ്ട്. പക്ഷേ എന്നാ ഇപ്പോഴാണ് വന്നത്, ഇച്ചിരി ലേറ്റായിപ്പോയി. എന്നാ പറയാൻ, ഇത് വന്നിട്ട് കുറച്ച് ദിവസം ആയെന്നേ. വീഡിയോ നേരത്തെയും കാണിച്ചാൽ മതി. എനിക്ക് അന്നേരത്തേന് ബുദ്ധി പ്രവർത്തിച്ചില്ല. ഇത് പിസ്ത ഗ്രീൻ. ഇതൊരു പുതിയ ഷെയ്ഡ് വന്നിരിക്കുന്ന, ഇത്രയും നാളും വന്നിട്ടില്ല ഈ ഷെയ്ഡ്. ഇതിൻ്റെ ഈ ബ്ലൗസിൻ്റെ കേട്ടോ, പീച്ച്, നല്ല തനി പീച്ച് കളറ്. പീച്ചിൻ്റെ ഏറ്റവും പീച്ച് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ കളറാണ് ഇത് കേട്ടോ. നല്ല ഇതിപ്പം കേരള സാരിക്ക് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ സാരി ഒക്കെ ഉണ്ടെങ്കിലൊക്കെ എങ്ങനെയായാലും എന്തിനൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഒനിയൻ്റെ ഒരു ഷെയ്ഡ്, ഒനിയൻ എന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ല, നല്ലൊരു പേസ്റ്റൽ കളറാട്ടോ. നേവി ബ്ലൂ. കണ്ടോ, കറക്റ്റാ വർക്ക് കാണത്തില്ലേ. ഇതാണ് ഒരു പാർട്ടി ടച്ച് തരുന്ന. എന്നെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, നല്ല രസമാണ് കാണാൻ. കയ്യിലോട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കേ, ഇതിപ്പോൾ നമുക്ക് വേറെ സിൽക്ക് സാരി അങ്ങനത്തെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിന് പെയർ ചെയ്തിടാം, ഒരു പ്രശ്നവുമില്ല. ഇത് ഒരു റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ അല്ലെങ്കിൽ ഒരു ബനിയൻ മെറ്റീരിയൽ ബ്ലൗസിൻ്റെ ഒരു ഫീലിംഗ് കിട്ടത്തില്ല. കേരള കസവിൻ്റെ ഇത് ചിക്കു കളർ. ഒലീവ് ഗ്രീൻ. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന കളറുകളിലൊന്നാണ് ഇത്. എനിക്കാണെങ്കിൽ ഇതിനോട് വലിയ ഡിമാൻഡില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ ഇത്രയേ എൻക്വയറി ഈ ബ്ലൗസിന് വരുന്ന കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വീണ്ടും എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ശരി, അതിനൊരു പ്രത്യേകതയുണ്ട് ശരിക്കും, എനിക്കും തോന്നി കേട്ടോ. എന്തോരം ബ്ലൗസാണ് കൊടുത്തേക്കുന്നല്ലേ. ഇപ്പോൾ വന്ന് ബ്ലൗസ് വീഡിയോ ആയി പോകുന്നു എനിക്ക് ഭയങ്കര ഒരു വിചാരമുണ്ട്. മുഴുവൻ ബ്ലൗസ് വീഡിയോ. അതുപോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പക്ഷെ നമുക്കില്ലേ നല്ല പാടുമുണ്ട്. നീല ബ്ലൂ. നീലയുടെ ഇംഗ്ലീഷ് ബ്ലൂ. ഏത് നീലയാന്ന് പറഞ്ഞില്ലല്ലേ. പീക്കോക്ക് കണ്ടോ. റെഡ്, അല്ലോ ബ്ലാക്ക് കളർ വരുമ്പം കണ്ടോ എന്നാ രസമാണ് കണ്ടോ. ഇത് ശരിക്കും അത്യാവശ്യം സ്ട്രെച്ച് ഉണ്ട് കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേണമെങ്കിൽ വലിയ വണ്ണം കൂടുതലില്ല, ഞാൻ പറയുന്നില്ല. ബ്ലാക്ക് കണ്ടോ, ലൂസ് തോന്നുവാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ മാത്രമേ. ബ്ലാക്കിലൊക്കെ നിറച്ച് അതിൻ്റെ വർക്ക് തിരിച്ചറിയാം.
ബോട്ടിൽ കണ്ടോ? ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ മജന്ത. സൂപ്പർ അല്ലേ? ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു സൂപ്പറാണ്. ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലോ അല്ല, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഒരു വില കൂടിയ സാരിയാണ്, മറ്റേ ഫുൾക്കാരി വർക്കൊക്കെ വരുന്നൊരു സാരി കാണിച്ചായിരുന്നു. ആ സാരിയുടെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അതിൻ്റെ ബ്ലൗസ് ഇടുന്ന സൂപ്പറാണ്. ഇതും ഒക്കെ അതിന് മാച്ചാവുമെന്ന് ഞാൻ മനസ്സിപ്പോൾ വിചാരിക്കുന്നു. ബ്രൊക്കേഡ് ബ്ലൗസാണ് അതിൻ്റെ പെയറായിട്ട് വരുന്ന ബ്രൊക്കേഡ് ബ്ലൗസാണ്. പക്ഷേ ഇതും അതിന് മാച്ചാവും. ബ്ലൂ കുറേ കളേഴ്സ് ഇല്ലേ ഈ പ്രാവശ്യം? കുറേ കളേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത്രയും കളേഴ്സ് കാണിച്ചില്ല. വൈറ്റ് ഓരോ ബ്ലൗസിൻ്റെ വീഡിയോ കാണിക്കുമ്പോഴും ഓർക്കും ഇതോടുകൂടി ബ്ലൗസിൻ്റെ വീഡിയോ താൽക്കാലികമായിട്ട് നിർത്തി വെക്കണമെന്ന്. ഇതൊരു പക്ഷേ പുതിയത് വന്നു കഴിയുമ്പോൾ എനിക്കൊന്നും കാണിക്കാതിരിക്കാൻ പറ്റുന്നുമില്ല. വർത്തമാനത്തിനൊരു കുറവില്ലല്ലേ? ഇത് കണ്ടോ, ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു ബ്ലൗസാണ്. ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഈ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. സ്ട്രെച്ചബിൾ ബ്ലൗസ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് കണ്ടോ. നമുക്ക് ഈ ബനിയൻ ബ്ലൗസിനോട് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വളരെ ചുരുക്കം ആൾക്കാരുണ്ട്. പിന്നെ അവനവൻ്റെ ശരീരത്തിൻ്റെ വണ്ണം ഈ ഫ്ലാപ്പൊക്കെ ഒത്തിരി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇറക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ഊരാനൊക്കെ ഒരാളുടെ സഹായമൊക്കെ വേണ്ടി വരും. വളരെ ചുരുക്കം ആൾക്കാർക്ക്. അത് അവനവൻ്റെ ഓരോരുത്തരുടെ ബോഡിയുടെ ഇതനുസരിച്ചാണ്. എക്സസൈസൊക്കെ ചെയ്യണം, അപ്പോൾ ശരിയായിക്കോളും. അരിയൊക്കെ പറയുന്ന ആളുടെ കാര്യമൊക്കെ ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. എന്താ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതാണ് ബ്ലൗസ്. കയ്യെ കയറ്റി കാണിക്കാം. ഈ കയ്യെ കയറ്റി കാണിക്കുന്ന ഒത്തിരി പേരുടെ ആവശ്യത്തെ കാണിച്ചാൽ കേട്ടോ. കുറച്ചും കൂടി അടുത്ത് കാണും. ഇത്ര നിറച്ച് കുനുകുനാന്ന് ഒരു സൈസ് കല്ലല്ല, ഒരു എന്താ പറയുന്ന ഒരു സാധനം ഇനി പൊട്ടി പോലെ പിടിപ്പിച്ചിരിക്കും. ഇത് ഫ്രണ്ട് ഓപ്പണാണ് ബ്ലൗസ്. ഇത് കണ്ടോ, നമ്മുടെ സാധാ ബ്ലൗസ് പോലെ തന്നെയുള്ള ബ്ലൗസാണ് കൊളുത്ത് പിടിപ്പിച്ചിരിക്കുന്നുണ്ടോ. ഇങ്ങനെ ഹുക്സ് ഇടാനുള്ള ഇത്. എന്നിട്ട് സാധാ ബ്ലൗസ് ഇടുന്ന പോലെ ഇട്ടാൽ മതി. ഇതാണിത്. പിന്നെ ഇതിൻ്റെയൊക്കെ ചില ഭാഗങ്ങൾ ഉള്ളിൽ പോകുന്ന ഭാഗങ്ങൾ ഇവിടെ ഈ ഇത് വന്നേക്കുന്നിടത്ത് ഈ മുത്ത് വന്നിട്ടില്ല. അത് ഡാമേജ് ആണ്, കണക്കാക്കരുത് കേട്ടോ. ഞങ്ങളെല്ലാ ബ്ലൗസും പരിശോധിച്ചു. എല്ലാത്തേലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടോ അത്രയും ഭാഗത്ത് അങ്ങനെ ഇല്ല. അത് പക്ഷെ സാരി ഇട്ട് മൂടി പോകുന്ന ഭാഗമാണ്. ഇത് കേട്ടോ, നല്ല ബ്ലൗസാണ് ഇത്. ഭയങ്കര കംഫർട്ടുമാണ്. ഞാൻ ഇതിൻ്റെ എല്ലാ കളറും കാണിക്കാത്ത എന്നാന്ന് ചോദിച്ചാൽ ഇത് ഇത്ര എണ്ണം ഉള്ളപ്പോൾ അതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ബ്ലാക്ക് ആകുമ്പോൾ എല്ലാവർക്കും ആവശ്യക്കാരുള്ള ഒരു ഇതാണല്ലോ. നമ്മുടെ സാധാ ബ്ലൗസ് സ്ട്രെച്ചബിൾ ബ്ലൗസാണ് മാത്രം. അതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആയിരിക്കും. ഇടാനോ ഊരാനോ ഒന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഞാൻ ഇനിയൊരു ദിവസം എപ്പോഴാണോ എന്താണെന്നോ ഒന്നും പറഞ്ഞില്ല, ഇനിയൊരു ദിവസം ഇതിൻ്റെ ബാക്കി കളേഴ്സ് എല്ലാം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. കഴിയുന്നതും വേഗം അയക്കാൻ നോക്കാം. എന്നും കൊണ്ട് ഇന്നയച്ചോ എന്ന് ചോദിക്കരുത്. നമുക്ക് ഇത്രയൊന്നും ആയിരക്കണക്കിന് ബ്ലൗസുകളുടെ അല്ലെങ്കിൽ 100 കണക്കിന് ബ്ലൗസുകളുടെ ഓർഡറുകൾ വരും. അപ്പോൾ അത് ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള രീതിക്കാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. എല്ലാ ദിവസത്തെ പോലെ 3 ദിവസം കഴിയാനൊന്നും ഇരിക്കത്തില്ല. മാക്സിമം അയക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണും വരെ. പിന്നെ പറയാൻ വരുന്നില്ല, എനിക്ക് മൊത്തത്തിൽ ബ്ലോക്കായിട്ടിരിക്കുക. വീണ്ടും പുതിയൊരു എന്തോ. അപ്പോൾ താങ്ക് യു.